ഒരു മനുഷ്യൻ എങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കും. എന്നിട്ട് അതുപോലെ ഇങ്ങനെ നിൽക്കും. ഒരാളെങ്ങനെ എണീറ്റ് നിൽക്കുക, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെ, മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടോ? എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറയുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ഒരു ബാക്കി ഭാഗമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ രജിക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാരൽ ബാർ സെറ്റ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അന്ന് ഒരുപാട് വൈകുന്നേരമായിപ്പോയി. പിന്നെന്താ വെച്ചാൽ അത് കഴിയുമ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുളയ്ക്കകത്ത് കോൺക്രീറ്റ് ആക്കി ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ കരുതി അന്ന് നിർത്തി വെച്ചിരുന്നാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ പരിപാടി വെച്ചാൽ, അന്ന് വൈകുന്നേരം മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി. അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അമ്മയുടെ ചാനലിൽ വീഡിയോ ആയിട്ട് വരും കേട്ടോ. പിന്നെന്താ പറ്റിയെന്ന് വെച്ചാൽ, അന്ന് നമ്മൾ വെള്ളത്തിലിറങ്ങിയ സമയത്ത് കാലിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കാലിന് മുറിവ് ഇപ്പോൾ കാണിക്കുന്നില്ല, കാലിൻ്റെ പാദത്തിലോട്ട് ചേർന്നിട്ട് മുറിവാണ് കേട്ടോ. അപ്പോൾ ആ മുറിവ് വന്ന് അന്ന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമില്ല. പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് ചെറിയ പനി കുടുങ്ങി കേട്ടോ. പനി കൂടിയിട്ട് 2 ദിവസമായിട്ട് അതിശക്തമായ പനിയാണ്. ഭയങ്കര ചൂടും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഗുളികയൊക്കെ കഴിച്ച് ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെ പകലിങ്ങനെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞാൻ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇത് കെട്ടാതൊക്കെ വിചാരിച്ചിരുന്നത്. നല്ല വെയിലാണ് കേട്ടോ, നല്ല മൂക്കടപ്പുണ്ട്, ആവി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂക്ക് അടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ട് ഇത് കെട്ടണം. അപ്പം ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സംഭവം ഞാൻ കാണിച്ചു തരാം. അത് ആ ഒരു ഭാഗത്ത് മുളയുടെ ചെറിയ പോർഷനെ കട്ടി കളഞ്ഞിട്ട് നമ്മുടെ പിടിക്കുന്ന ഭാഗത്തെ മുളയില്ല, ആ മുള പിടിച്ച് വെച്ചിട്ട് കെട്ടി വെക്കാനായിട്ട് ആ ഒരു പോർഷൻ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ചെയ്യാനുള്ളൊരു ഹെൽത്ത് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇന്നലെ വിട്ടേക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഇടുക്കി വന്ന വീഡിയോ ഒരുപാട് പേര്, പഴയ ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഒക്കെ കാണുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ലിജിയുടെ ഇഷ്യൂ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലിജി എന്തുകൊണ്ടാണ് വീൽ ചെയർ ഇരിക്കുന്നതൊക്കെ. ഒരുപാട് ഒരു പുതിയ ആൾക്കാരായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത്. ലിജിക്ക് തലച്ചോറിലെ ന്യൂറോബെലിയോഡോസിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായതാണ് 2021. അതിങ്ങോട്ട് ശേഷം രജി ബ്രിഡനായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ നടക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊരു ആശങ്കയുണ്ട്, രജി എന്താ ഇതൊരു ഇടയിൽ നടക്കാത്തതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് സമയത്തിന് വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അത് നടത്താൻ വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു 8 മാസത്തോളം നമ്മൾ കോഴിക്കോട് ഫിസിയോതെറാപ്പി നല്ല ബെസ്റ്റായിട്ടൊരു ഫിസിയോതെറാപ്പിയാണ് മേത്ര ഹോസ്പിറ്റലിൽ കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ട് പണ്ട് രജിയുടെ നിൽക്കുമ്പോൾ മുട്ട് വളഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി എനിക്ക് കുറച്ചുകൂടെ സ്ട്രെയിറ്റായി നിൽക്കാനായിട്ട്. പിന്നെ എന്താ പറയുന്നത്, വാക്കറിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ വാക്കർ പൊക്കി വെച്ച് നടക്കാനൊക്കെ ആയി. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ടൊരു അപ്ഡേറ്റ് വരാമെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഞാനും ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പിൻവാങ്ങി നിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ സംഭവം നമ്മുടെ അറിയുന്ന ഒരു ആൻറ്റി, ലീല എന്ന് പറഞ്ഞൊരു ആൻറ്റി, ഇതിനു മുമ്പ് എനിക്കൊരു നോർത്ത് ഇന്ത്യൻസൊക്കെ നടക്കുന്ന ഒരു വീഡിയോ, പാരൽ ബാർ വീട്ടിൽ ചെയ്യുന്ന ഒരു വീഡിയോ, മുള വെച്ചുണ്ടാക്കുന്ന ഒരു വീഡിയോ ഐഡിയ, അങ്ങനെയാണ് ഞാൻ ഈ മുളയിലേക്ക് വന്നത് കേട്ടോ. ആ ആൻറ്റിയോട് ഞങ്ങൾ വളരെ താങ്ക്സ് പറയാണ്. കാരണം ഇത് വളരെ അത്യാവശ്യമായിട്ട് സാധനമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പോർട്ടബിളായിട്ട് ഇതിലെ പെരുമ്പാവൂർ സാധനം ഇത് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഏകദേശം 12,000 രൂപയാണ് കേട്ടോ മേടിക്കാനായിട്ട്. അപ്പോൾ അത് മേടിക്കാനുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കരുതി എന്തുകൊണ്ടും ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നി. ഇതാ വലിയ പൈസയൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഇതേ സംഭവം ക്വാളിറ്റി തന്നെ ആയിരിക്കും അവിടെയും കിട്ടുക. പിന്നെ 2 months കൂടെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പുതിയൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകാനായിട്ട്. അപ്പോൾ എനിക്കൊരു ജോലി കൂടെ പോകുന്ന രീതിയിൽ ഞാൻ ഫിസിയോതെറാപ്പികൾ സെറ്റ് ചെയ്തേക്കുന്നത് സ്ഥലം ആലുവയിലൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട് ചെയ്യാനുണ്ട്, താമസ സൗകര്യമൊക്കെ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ഫണ്ട് കൂടെ ഞങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ റെഡിയാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഫിസിയോതെറാപ്പി കുറച്ചാലും ചെയ്യും. കാരണം നമ്മൾ ബെറ്ററായിട്ട് നടക്കണമല്ലോ, ഇത് മാത്രം പോരാ, കുറച്ച് ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വേറെയൊക്കെ വരാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ക്ലിയർ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഫിസിയോതെറാപ്പി എപ്പോഴും വേണം. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയ വീഡിയോ ഇട്ടേന്ന് പറഞ്ഞ്, അപ്പോൾ അതിലൊരു തിരുത്തുണ്ടായിരുന്നു. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ അത്തരം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് അത്തരം ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. അപ്പം ഞാൻ ഇതിങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിൽ മറ്റ് അശാസ്ത്രീയമായ വിഷയങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നമുക്ക് കെട്ടിയാൽ നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഓരോ മനുഷ്യനും ഓരോ പേഷ്യൻസിനും അവർക്ക് അവരുടേതായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും.
അത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെയാണ് അവർക്ക് എന്താ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ടോ. ഞാനിത് പൂർണ്ണമായിട്ട് അങ്ങനെയുള്ള ചെയ്യാൻ പറയില്ല. പിന്നെ ഓരോരുത്തർ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ച് ഇതിനകത്ത് പിടിച്ച് നിൽക്കാനൊക്കെ പ്രോപ്പറായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ഒരു പ്രോപ്പറായിട്ട് ഹെൽത്ത് ഇല്ലാത്ത ഒരാൾ ഞാൻ പിടിച്ച് നിർത്തി ചിലപ്പോൾ പെട്ടെന്ന് മറിഞ്ഞു പോയിട്ട് ലിഗമെന്റ് പ്രശ്നങ്ങൾ, കാലിന് പ്രശ്നങ്ങൾ, അങ്ങനെ നടുവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് പറഞ്ഞെന്തായാലും ഇതാരും വീട്ടിൽ അനുകരിച്ചാൽ പോലും അതിന് പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി എല്ലാം പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ. ഇങ്ങനെ ആരും ചെയ്യാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഞാനൊരുവിധം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഓരോരുത്തരൊക്കെ അവർ സ്വന്തമായിട്ട് വീട്ടിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാറ് കേട്ടോ. ഇതുപോലത്തുള്ള ഹെവി മെഷീൻസൊക്കെ ഉള്ളവരാണ് കൂടുതൽ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെ. അല്ലാത്തുള്ളവരും ഉണ്ട് കേട്ടോ. അവർ പുറത്ത് ഫിസിയോതെറാപ്പി ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിനോട് ചോദിച്ച് അവർക്കിതിപ്പോൾ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ചെയ്യാം കേട്ടോ. നമ്മൾ അറിയുന്നൊരു ചേട്ടനുണ്ട് ഇവിടെ, സനീശ്വർ ചേട്ടൻ. ആ ചേട്ടൻ്റെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഇരുമ്പിൻ്റെ. അപ്പോൾ നമ്മളിടയ്ക്ക് പറയാം അവിടെ വന്ന് ചെയ്യാനായിട്ട് പറയാറുണ്ട് ചേട്ടൻ. പക്ഷെ നമുക്ക് അവിടം വരെ പോയിട്ട് എല്ലാ ദിവസവും പോയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആകുമ്പോൾ സനി ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നമുക്ക് എനിക്കത് ഞാൻ എല്ലാ സമയത്ത് ചെയ്യാമല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ളൂ, ഞാൻ അതിനൊന്നും പറയില്ല. അപ്പോൾ ഞാൻ ബാക്കി പണികളൂടെ തുടങ്ങാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറേ ദിവസമായിട്ടുള്ള പരിപാടിയാണ്. അതാ പറയാം, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് ഇപ്പോൾ ഒന്ന് മുടങ്ങിപ്പോയത്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ചെയ്തേ പറ്റൂ, അതാണ് കാര്യം. അപ്പോൾ നമുക്ക് ബാക്കി പണികൾ തുടങ്ങാം. ഇതേ കണക്ക് ഇവിടെയും കെട്ടും. ഇവിടെ ഒരു ഇതുണ്ടോ, ഇവിടെ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കെട്ടും കേട്ടോ. എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ, കാലേ തറയിൽ ചവിട്ടാൻ വയ്യ, കല്ല് കുത്തുമ്പോൾ വേദന, മുറിവുള്ളടിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇരുന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആർക്കൊരു സൗകര്യമുള്ള പണിക്കാരനാണെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ പരമാവധി ഇവിടെ മാക്സിമം ചുറ്റി വെക്കാം. കാരണം എത്രത്തോളം ചുറ്റുന്നു അത്രയും ബലത്തവനവിടെ നിന്നോളും കേട്ടോ. ചെയ്യുന്ന പരിപാടി ലിജി അവിടെ വിളി തുടങ്ങി കേട്ടോ. എന്താ ലിജി, താവരുത്, കെട്ടിയിട്ട് വരാം. ഇത് പകുതി വെച്ച് നിർത്താൻ പറ്റത്തില്ല, കെട്ടും ലൂസായി പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. പരമാവധി ഇവിടെ ഇങ്ങനെ വരിക്ക് ഫുള്ളാക്കി നിർത്തണം. അപ്പം പോവില്ല. ഇനി ഇതിൻ്റെ സെൻറ്ററിലേ ആ ഭാഗത്തായിട്ട് നമുക്കൊരു ഇതുകൂടെ കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നതനുസരിച്ച് ബെൻഡായി പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കേട്ടോ. അത് നോക്കണം, പിടിച്ചത് കെട്ടി വെച്ചിട്ട് ഒന്ന് ഞാൻ തന്നെ ട്രയൽ അടിച്ച് നോക്കണം. അപ്പോൾ ഗൈസ് ഞങ്ങളതേ ഇന്നലെ ഞാൻ വീൽ ചെയറൊക്കെ പണി ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായ ഭയങ്കരമായിട്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം മൊത്തം 8 പ്രാവശ്യം എണീറ്റ് നിന്ന് കേട്ടോ. നടക്കാനായിട്ട് തുടങ്ങിയില്ല ഞങ്ങൾ, കാരണം കുറേ നാളായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാണ്ടിരിക്കുമല്ലേ അല്ലേ, ഗേറ്റ് ചെയ്യാണ്ടിരിക്കുക നമ്മൾ. കാരണം ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്, എണീറ്റ് ഇരിക്കുന്നുണ്ട് അങ്ങനെ. പക്ഷേ ഗേറ്റൊന്നും ചെയ്യാതിരിക്കുന്നുണ്ട്. ഇത് നടക്കാത്തത് കൊണ്ട് പെട്ടെന്ന് നടന്നാൽ ചിലപ്പം അത് പ്രശ്നമാകും. അതുകൊണ്ട് നമ്മൾ ഒരു എക്സ്പേർട്ടിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞ് കുറച്ച് ആളിങ്ങനെ നിർത്താൻ പറഞ്ഞു, പിടിച്ച് ഒരു 10-15 ദിവസം തുടരെ നിർത്താൻ പറഞ്ഞു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നിർത്തിയതിന് ശേഷം നടക്കാൻ പറഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രാക്കിലേക്ക് കയറി കേട്ടോ. നമ്മുടെ ട്രാക്കൊക്കെ ഫുൾ കെട്ടി സെറ്റാക്കി. പിന്നെ പ്രത്യേകത വെച്ചാൽ നമ്മളിവിടെ കല്ലടയ്ക്കായിരുന്നു. കല്ലെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇതിന് ഹൈറ്റ് കുറയുന്നു. അപ്പോൾ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് കല്ല് മാറ്റി, കട്ട മാറ്റി. ഇതേ കട്ട അവിടെ ഇരിക്കുക. നമ്മുടെ ബാത്റൂം പണിയാണുള്ള കട്ടയായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ പണി. അപ്പോൾ ഞങ്ങൾ എണീറ്റ് നിൽക്കാൻ പോകും കുറച്ച് നേരം. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ചാലഞ്ച് അല്ലേ. കുറച്ച് ദിവസം 30 days ചാലഞ്ച്. ഫസ്റ്റ് ഡേ ഇന്നലെ ആയിരുന്നു, സെക്കൻഡ് ഡേ ആട്ടോ. ഫസ്റ്റ് ഡേ ഇന്നലെ ചെയ്തു. പക്ഷേ ഇത് ഞങ്ങൾ ഫസ്റ്റ് ഡേ വീഡിയോ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത് അല്ലേ. ഒരു 30 ദിവസത്തെ ചാലഞ്ച് അലിജി അല്ലേ. 3 നേരം പരമാവധി ദിവസം 3 നേരം. പറ്റുമെങ്കിൽ 2 നേരം. വെയില, ഉച്ചയ്ക്ക് ഭയങ്കര വെയില, അതുകൊണ്ട് ചിലപ്പോൾ പാടായിരിക്കും കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല, നല്ല കിട്ടേണ്ട വെയില ഇത് ശരീരത്തിന്. അമ്മ തോട്ടിരിപ്പുണ്ട് കേട്ടോ. അമ്മ ഇപ്പോൾ വരും. നമ്മൾ ഈ സംഭവം ചെയ്യുന്നുണ്ട് അമ്മ കൊണ്ടിരുന്നേ. അപ്പോൾ നമുക്ക് പയ്യെ പരിപാടി തുടങ്ങിയാലോ.
ഫസ്റ്റ് ഡേ ഞങ്ങളുടെ എന്താ പറയുക നമ്മുടെ പാരൽ ബാറിൻ്റെ ഒരു ഇനാഗുറേഷൻ ഇന്നലെ കഴിഞ്ഞായിരുന്നു ശരിക്കും. ചെക്കിംഗ് ഡേ ആയിരുന്നല്ലേ, അല്ലേ, ടെസ്റ്റ് ഡേ ആയിരുന്നു. ഇന്നപ്പം ശരിക്കുള്ള ഇനാഗുറേഷൻ ഇന്ന് നടക്കുന്നത് കേട്ടോ, അല്ലേ? ഇന്നലെ ട്രയൽ ചെയ്തായിരുന്നു. ആ ഇതുപോലെയൊക്കെ ആ ചെയ്ത് നോക്കിയ നല്ലതായിരിക്കും. നല്ലതായിരിക്കും. ഓക്കെ, ഒരു ദിവസം ഫിസിയോതെറാപ്പിക്ക് പോയാ ആ 2500 രൂപ ആ കുറയാതെ കൊടുക്കേണ്ടി വരും. അതായത് നല്ല ഫിസിയോതെറാപ്പി കിട്ടണമെങ്കിൽ ആ നമ്മുടെ സാധാ ഫിസിയോതെറാപ്പി ഉണ്ട് കേട്ടോ, അത് നമ്മുടെ ലെഗ് എക്സസൈസ്, ഹാൻഡ് എക്സസൈസ് അതുപോലെ പറ്റില്ല. അതൊക്കെ ലിജിക്കിന് അത്ര മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലിജിക്കിന് വേണ്ടത് ഗേറ്റ് പോലത്തെ സംഭവങ്ങളാണ്. ഗേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നടക്കുന്നതിനാണ് ഗേറ്റ്. ഏതാ GAIT ആണ് ഗേറ്റ് കേട്ടോ. മറ്റേ GAT നമ്മുടെ ഈ ഗേറ്റ്, നമ്മുടെ താൽക്കാലിക ഗേറ്റ് പോലുള്ള ഗേറ്റ് GAIT ആണ് നമ്മൾ നടക്കുന്ന ഗേറ്റിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗേറ്റ് എന്ന് പറയുമ്പം ചിലർക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഗേറ്റ് ട്രെയിനിങ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. നടത്തിക്കുന്നതിന് പറയുന്നത് ഗേറ്റ് ട്രെയിനിങ് എന്നാണ്, GAIT. ഗേറ്റ് ബെൽറ്റുകളുണ്ട്, നമ്മുടെ ഓൾറെഡി ഗേറ്റ് ബെൽറ്റ് ഉണ്ട്. പക്ഷേ നമുക്കിവിടെ തൂക്കിയിടാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല. മേളിൽ തൂക്കിയിടാൻ പറ്റുന്നൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാതെ. പിന്നെ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ ആ ഭിത്തി ഉണ്ടല്ലോ, ആ ഭിത്തിയിൽ ഇങ്ങനെ ഒരു ഹാൻഡ് റെയിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പുറത്തൊരു തൂണും കൊടുത്താൽ ഇരിക്കും അവിടെ തൂക്കിയിട്ടിട്ട് ഇരിക്കും, മേളൊരു പാളവും കൊടുത്താൽ ഇങ്ങനെ തൂക്കി നടത്തിക്കാൻ വേണം അല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് നെക്സ്റ്റ് ടൈം നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. തൽക്കാലം നമുക്ക് നടന്നാലോ, നടക്കുമല്ല എഴുന്നേറ്റ് നിൽക്കാം. 10 ടൈംസ് എഴുന്നേറ്റ് നിൽക്കാന്നുള്ളത് കേട്ടോ. കുറച്ച് നേരം നിന്നാൽ അതിൽ ഈ ടയേർഡ് ആകുമ്പോൾ ഞാൻ ഇരുത്തും കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ച് നാളായിട്ട് ഫിസിയോതെറാപ്പി കിട്ടാണ്ടിരിക്കുക, പ്രോപ്പർ ഫിസിയോതെറാപ്പി കിട്ടാണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മാറ്റി വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, പേടിക്കാതല്ലേ, വെരി ഗുഡ് ഗേൾ. ബാക്കിലോട്ട് നിൽക്കും നേരെ. വെരി ഗുഡ് ഗേൾ ആയിട്ട് നിൽക്കും. മുട്ട് വളയ്ക്കാതെ കറക്റ്റായിട്ട് നിൽക്കും, നടു വളയ്ക്കാതെ നേരെ നിൽക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ നിന്നുള്ള ബാലൻസ്, പ്രോപ്പർ ബാലൻസ് കിട്ടിയിട്ടേ നടക്കാവുള്ളൂ കേട്ടോ. നമ്മുടെ നിന്നുള്ള ഈ പ്രോപ്പർ ബാലൻസ് കിട്ടി, ഈ ആട്ടം ഇല്ലാതെ കറക്റ്റ് കിട്ടിയിട്ട് മാത്രമേ നമ്മൾ നടത്തിക്കാവുള്ളൂ. അല്ല നടത്തിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഒറ്റയ്ക്ക് നടത്താൻ വിടും. ഞങ്ങൾ ഇന്നലെ ഒറ്റയ്ക്ക് നടത്തിച്ചില്ലെങ്കിൽ ഇവിടം വരെ നടന്നു വന്നു ഒറ്റയ്ക്ക്. പക്ഷേ അതൊരു പ്രോപ്പർ ബാലൻസിലല്ല. ബാലൻസ് തെറ്റിയാൽ ചിലപ്പോൾ വീഴാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളും ഇല്ല. നേരെ നിൽക്ക്, ഈ കൈക്ക് ബലം കൊടു. ഇപ്പോൾ 2 കൈയിലും പ്രോപ്പറായിട്ട് ബലം കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഇതൊക്കെ നമ്മൾ ചുമ്മാ പറയാം കേട്ടോ. നമ്മൾ ഫിസിയോതെറാപ്പിയിൽ അവിടെ ഓരോരുത്തരും ചെയ്യുന്ന കണ്ടിട്ട് പറയുന്നതാണ് കേട്ടോ. നേരെ നെഞ്ച് നേരെ ആക്ക്. ഇങ്ങനെ നിൽക്കാൻ കൈ നേരെ നിൽക്കിട്ട്. അപ്പം ടയേർഡ് ആവുന്നവരെ പരമാവധി സമയം ടയേർഡാകുമ്പോൾ പയ്യെ പിടിച്ച് ഇരിക്കുക. നമ്മൾ എണീക്കാൻ പഠിപ്പിക്കുമ്പം എന്താ വെച്ചാൽ കുനിയ, ഫ്രണ്ടിലോട്ട് കുനിഞ്ഞൊരു ചെറിയൊരു V ഷേപ്പ്, ഒരു 75 ഡിഗ്രി ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇനി എണീക്കുന്ന ശേഷം എന്താ വേണ്ടേ, കൈ ബാക്കിലേക്ക് പിടിക്കാം. നേരെയാവും. ഇപ്പം ബലം കുറവുള്ള കാലിലേക്ക് വലത്തേ കാലാണ്. സ്ട്രൈറ്റ് ബാലൻസ് ആ ബാലൻസ് അടുപ്പിക്കും. ഇടത്തെ കൈ ബാലൻസ് വലത്തെ കാലിൽ ലിജിക്കൊരു ചെറിയൊരു ആട്ടമുള്ള കാലാട്ടോ. അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അവിടെ ഒരു ബാലൻസ് അപ്പോഴും കൊടുക്കണം. കാരണം ആ കാലിങ്ങനെ സ്ലിപ്പായി പോകുന്നത്, അങ്ങനെ വരാൻ പാടില്ല. കൈ ചുവന്നു നോക്കട്ടെ. ഇപ്രാവശ്യം കുറെ നേരം നിന്ന് സാരമില്ല. കാരണം ഇന്നലെയൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റിയില്ലേ. കുറെ ദിവസം നിൽക്കാത്തോണ്ടേ അല്ല. ഇതാണ് ആ ഗേറ്റ് ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു ബെൽറ്റ് കേട്ടോ. ഇത് നമുക്കൊരു ചേച്ചി UK ഒരു ചേച്ചി വാങ്ങിച്ച ആമസോണിൽ നിന്ന് അയച്ചു തന്നെ കേട്ടോ. കുറച്ചു കാലം മുന്നേ 2 വർഷം മുന്നേ അയച്ചു തന്നാ. ഇതുവരെ ഒരു ആവശ്യം അതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മളത് സൂക്ഷിച്ച് വെച്ചിരുന്നു. ഇത് കൂടാതെ കുറേ ഗ്ലൗസ് ഉണ്ടായിരുന്നു, ഗ്ലൗസ് സൂക്ഷിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അന്നേ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരു സഹായത്തിനുണ്ടാകും. അത് ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ പൊക്കി എടുക്കാൻ, പൊക്കി പിടിക്കാം.
അതിനുള്ളതാണ് കേട്ടോ. ഇത് കാലയിൽ ഇങ്ങനെ ഇടുന്നുണ്ട്, കാലയിലും കൂടെ ഇടുന്നുണ്ട്. പക്ഷെ അത് ഇടേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇതിന് അടുത്ത തവണ 3ാമത്തെ തവണ എണീക്കുമ്പം ഇതിട്ട് കൊടുക്കാം. എണീക്കണോ? അപ്പോൾ എണീക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരുപാട് മുന്നിലേക്ക് വളയുക ശരീരം. വാ, ഇങ്ങനെ വളയുക. കുറച്ചുകൂടെ വളഞ്ഞതിന് ശേഷം ഇങ്ങനെ വരിക. ആ ഒന്നിക്കോ. വട്ട്. ഓ വെരി ഗുഡ്. ചിരിക്കണ്ട. അപ്പോൾ നമുക്ക് ഇതൊന്ന് കെട്ടി കൊടുക്കാം. നേരെയോ. നേരെ. വിശപ്പ്, ദാഹം, ക്ഷീണം ഇതൊക്കെ മാറ്റി വെക്കുക. അടുത്തേക്ക് നേരെ പൊക്ക്. ആ നേരെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നേ ശരിയല്ലേ? കറക്റ്റ്. ആ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പിടിച്ചു നിർത്താം. ഇതിനെ ആ ബാലൻസിൽ കറക്റ്റ് പിടിച്ചു നിർത്താം. ഈ ഒരു സാധനത്തിന്റെ യൂസ് വന്നപ്പോ ഇപ്പോഴാണല്ലേ, 2 വർഷം മുന്നേ നമുക്ക് കിട്ടിയ ഒരു സാധനം. ഇന്നലെ അത് ഓർത്തില്ലല്ലേ ഉണ്ടെന്നുള്ള ഇപ്പോഴതിന്റെ കാര്യം ഞാൻ ഓർത്തത്, പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ടവലെടുക്കാൻ പോയതാ. അതെ, ഇത് പഴയതിൽ ഒരുപാട് നേരം നിൽക്കുക കേട്ടോ. ഇപ്പൊ രാവിലെ ഉറക്കത്തിൽ നേരെ എണീറ്റ് കൊണ്ട് നിർത്തിച്ചതാ. അപ്പൊ രാവിലെ ഉറക്കത്തിൽ എണീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും, ശരീരത്തെ അത് കൂടുതൽ നേരം അഫക്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. കിടക്കാതെ അങ്ങോട്ട് ബാക്കിലോട്ട് നേരെ നിൽക്കും, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. ഞാൻ വലത്തേക്കാല് വിട്ടാൽ പേടി മനസ്സിൽ നിന്ന് വലത്തേക്കാല് വിട്ടാലും വലത്തേക്കാല് നേരെ നിൽക്കത്തേ ഉള്ളൂ. ഇതിങ്ങനെ നമുക്ക് ഉണ്ടോ ഫുഡ് 3 തവണയേ ഉള്ളു. അതെന്താ അറിയാം, നിൽക്കുന്നത് കൊണ്ടാ. രാവിലെ പണിയെടുത്തോണ്ടാ വിശക്കുന്നേ. പിന്നെ സമയം എത്രയായി? 9 മണി വരെ. 9 മണി വരെ കിടന്നതിന്റെ കാര്യം എന്താ? സമയം കളയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. രാവിലെ 6:30-7 മണിയാകുമ്പോൾ നടക്കണമെന്ന് പറഞ്ഞേ, സമയം കളയാൻ വേണ്ടി കുറെ നേരം കിടന്നു നോക്കി. സമയം കഴിയുമ്പോൾ നടത്തിയില്ലെങ്കിലോ കേട്ടോ. ശ്രീകുട്ടൻ മോളെ ഞാൻ അതിന് മുന്നേ കളന്ന കേട്ടാ. ശ്രീകുട്ടന് മുന്നേ കളന്നാ ഞാൻ. പിന്നെ വേറെ കാര്യം, കുറെ കഴിഞ്ഞപ്പോ എന്തോ പറഞ്ഞു, എന്തോ കുഴപ്പമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ജലദോഷമാണ് നടക്കണ്ടത്. ഭയങ്കര കള്ളത്തരാട്ടോ. അല്ലെ സ്കൂളിൽ പോകാതെ പിള്ളേർ ഒളിച്ചു കിടക്കത്തില്ലേ, അതുപോലെ 8:30 വരെ അവിടെ കിടന്ന്. എന്നിട്ട് എന്നെ വിളിച്ച് അടുത്ത് കിടത്തിട്ട് പറയാ, നീ ഇവിടെ കിടക്ക, ഒരു കാര്യം പറയാന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ച് കിടത്തി. ഞാനും ചെയ്തിട്ട് പോര് അടുത്ത് പിടിച്ചോണ്ട് വന്നതാ. എന്റെ അടവ് എന്റെ അടുത്ത് നടക്കില്ല. ഒന്നല്ല 10 പ്രാവശ്യം. ഇപ്പൊ നിക്കാൻ പോവാ. ഈ സമയം കളയുന്നോണ്ടാ പ്രശ്നം. പെട്ടെന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ പടപടേന്ന് എണീക്കുക. 30 സെക്കൻഡ് 40 സെക്കൻഡ് വരെ നിക്കണം. എനിക്ക് ഒറ്റക്ക് വേണ്ടി പിടിക്കുക. വെരി ഗുഡ്. കൈക്ക് ബലം കൊടുത്തേക്ക്, കയ്യില് ബലം കൊടുത്തി, കൈക്ക് ബലവും കൊടുക്കണം. അഡ്ജസ്റ്റ് മനസ്സിന്റെ പേടിയും മാറ്റണം. ഒരു മനുഷ്യൻ എങ്ങനെയാ നിൽക്കുന്നതെന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കും. എന്നിട്ട് അതുപോലെ ഇങ്ങനെ നിൽക്ക്. ഒരാളെങ്ങനെ എണീറ്റ് നിൽക്കുക, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെ, മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടോ? ചിരിക്കരുത്, ചിരിച്ചാ ബാലൻസ് പോകും കേട്ടോ. ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നത് കറക്റ്റാ. ഇപ്പൊ കറക്റ്റാ നിൽക്കുന്നത്. അത് ഓർക്ക്, അത് മനസ്സിൽ നിന്ന് വിടരുത്. അതാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കേണ്ടത്, എങ്ങനെ നിൽക്കണമെന്നുള്ളത്. എവിടെയാ തളർന്നു പോകുന്നത്, ഏത് ഭാഗത്താ തളർന്നു പോകുന്നത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഏണ് പോകുന്നുണ്ടോ, അതിനെന്ത് ചെയ്യണം, കറക്റ്റാക്കണം. എവിടെ ലൂസ് ആവുന്ന അവിടെ ടൈറ്റ് ആക്കി കൊടുക്കണം. ഇന്നലത്തേക്ക് ഒത്തിരി ഉണ്ടല്ലേ. ഇന്നലെ മടിയായിരുന്നു. വൈകുന്നേരം വേണ്ട തോന്നുന്നു, ക്ഷീണമാണ് ഫസ്റ്റില്.
പാല് കുടിച്ചോ പാല് കുടിച്ചിട്ടുണ്ട്. അതെന്ത് ഞെളിയരുത് ആ വേറെ ബാലൻസ് വേണ്ട. കൺട്രോൾ ചെയ്യ് പയ്യെ ഈ കൈക്ക് ബലം കൊടു. ആ അതിന് കൈക്ക് ബലം ഉണ്ടല്ലോ. ആ എന്താ നടു കറക്റ്റാക്ക്. നടു ഇങ്ങനെ വളച്ചു കൊടുക്കാ. സിമ്പിളായിട്ട് കാര്യം പറഞ്ഞേക്ക്. എന്തെങ്കിലും കാര്യം സംസാരിക്കും. അപ്പോൾ ബാലൻസ് കിട്ടും. ഞെളിഞ്ഞെന്തിനാ സ്ട്രൈറ്റ് ആയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെയാണോ നിൽക്കുന്നത്? ഞെളിഞ്ഞ് ഫ്രീ ആയിട്ട് വിടും ശരീരത്തിന്. ഈ ഒരു സൈഡിലേക്ക് ചരിഞ്ഞ എന്താ അറിയാമോ? ഈ കൈ എടുത്ത് ബാക്കോട്ട് കുറച്ച് ബാക്കോട്ട് പിടിച്ചേ. ഈ കൈ അടുത്ത കൈ അങ്ങനെ പിടി. വലത്തേക്ക് കുറച്ച് ബാക്കോട്ട് പിടിച്ചേ. ശരീരത്തിനോട് ചേർത്ത് നിർത്തും. മുന്നേ കൈ പിടിച്ച് നമ്മൾ എവിടെ സൈഡിലോട്ട് പോകത്തേ ഉള്ളു. ഈ കയ്യിൽ വില കൊടുക്കുന്നില്ല. ആ പൊക്ക്. ആ ഈ സൈഡിൽ കറക്റ്റാക്കി കൈ. അതൊക്കെ ഈ സൈഡിലേ വലത് സൈഡിൽ ഇച്ചിരി പൊക്കം കൂടുതൽ. ഇങ്ങനത്തെ സാധനം പണിയുമ്പോൾ നമ്മൾ വാട്ടർ ലെവലിൽ നോക്കിയാൽ പണിയാവും. അബദ്ധം പറ്റും. ഒരു സൈഡിൽ പൊക്കം കൂടുതൽ വരുമ്പോണ്ടല്ലോ ഇവര് 2 വെയിറ്റ് വരും കൈക്ക്. ഇരുന്നോ. ഇപ്പോഴത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? നോക്കട്ടെ. താന്നും അതെ സാധനം താന്ന് കേട്ടോ. വെയിറ്റ് ഇറങ്ങുന്നേ വെയിറ്റ് ഇറങ്ങും. കൈ ചുവന്നടേ. റെഡിഷ് ഹാൻഡ്. അതൊന്നുമില്ല. 4 ആയില്ലേ? അതാ അങ്ങനെ 5ാമത്തെ ടൈമല്ലേ? അത് 6 നേരെ നിക്ക്. ഞെളിയാതെ നിക്ക്. അതേപോലെയല്ല മുട്ട വളഞ്ഞു പോയാൽ അപ്പം തന്നെ പിടിച്ചങ്ങ് റെഡിയാക്കും. പണ്ട് മുട്ട വളഞ്ഞങ്ങ് പോത്തല്ലേ ഉള്ളായിരുന്നു. ഓർമ്മയുണ്ടോ? അങ്ങനെ വേണം ചെയ്യാൻ. എനിക്ക് ഇനി കുറച്ച് നേരം കൈയൊക്കെ ചുവന്നടേ. ഇനി കുറച്ച് നേരം റെസ്റ്റ്. ഒരു രീതിയിലുള്ള ഡാമേജും ഇല്ല, കൈമുറിയുമില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാ. പറ്റുമ്പോ പോലും കൈമുറിയില്ല. ഇനി ഒരു കാര്യം ചെയ്യാം. ഇത്ര നേരം നിന്നില്ല. ഇനി ഒരു 10 വട്ടം സിറ്റപ്പ് സിറ്റ് ഡൗൺ. ഇപ്പം വേണ്ട. അതിലിപ്പം പടയെ 10 എണ്ണം ചെയ്യാം. നമ്മൾ മേത്ര ചെയ്യുന്ന പോലെ സിറ്റപ്പ് സിറ്റ് ഡൗൺ ചെയ്തോ. വേണ്ട. കൊച്ചുകുഞ്ഞ് എണീക്ക ചെയ്താലോ. 10 എണ്ണം പടയെ കേട്ടോ. നേരെ നോക്കി എണീക്കാം. പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് സന്തോഷിക്കാം. പതുക്കെ ഇരി. സാധാ ആൾക്കാർ എന്നിരിക്കുന്ന കണക്കാൻ ഇരി. ഇങ്ങനെ ഡെയിലി ചെയ്താലുണ്ടല്ലോ പെട്ടെന്ന് സന്തോഷത്തിനുള്ള വക കിട്ടും. പയ്യെ പോയിരിക്കും. ഇരിക്കുമ്പോ പയ്യെ ഇരിക്കണം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കേ. ചെയ്തോ. പയ്യെ. ലാസ്റ്റ് 10. ഇത് പയ്യെ എണീക്കണം, പയ്യെ ഇരിക്കണം. പിടിച്ചോ. വരട്ടെ. കുറച്ചേരം നിൽക്ക്. റെഡി ആയിട്ടാ. 5 മിനിറ്റ് അങ്ങനെ നില്ല്.
എനിക്ക് കാല് മസിലൊക്കെ കയറി പിടിക്കാനേ ബുദ്ധിമുട്ടാണ്. ഈ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഈ മസിൽ കയറി പിടിച്ചത്. മസിൽ കയറി ആ, പിടിക്കാൻ അതാ നല്ല രീതി എക്സസൈസ് ആയി പോയി കാണുമ്പല്ലേ. നല്ല രീതിയിൽ മസിൽ പിടിച്ചില്ലായിരുന്നു അടുത്ത സമയത്ത്. രക്തോട്ടം ഇല്ലാതെ ഇരുന്നത് കൊണ്ടാ. കുറച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇരുന്നോ. പയ്യെ കാല് വളച്ച് ശ്രമിച്ചു നോക്കടേ, ശ്രമിച്ചു നോക്ക്. റെസ്റ്റ് എടുത്ത് ആദ്യം കുഞ്ഞ പയ്യെ ടു 3 next 4 5 ഞാൻ പിടിക്കുന്നില്ല, ഞാൻ കേട്ടോ. 6 നേരെ 7 അവിടെ നില്ലേ. ഹെൽപ്പ് ചെയ്യണോ? വേണ്ട. ഹെൽപ്പ് ചെയ്യണ്ട. ഓക്കെ. കുഞ്ഞില്ല. അതാ സാധനം കയറി കുഴപ്പമില്ല. ഇത് പിടിച്ചാ നേരൊക്കെ സൂപ്പറായിരുന്നോ? അടിപൊളിയായിരുന്നോ? ശരീരത്തെ എങ്ങനെയുണ്ട്? 5 ദിവസം ഇതുപോലെ 5 ദിവസം ചെയ്താ എനിക്ക് നടക്കാൻ പറ്റും. അതാ എന്റെ തോന്നല്. ടയേർഡായോ? വിശപ്പായല്ലേ? ഒരു ഗ്ലാസ് പാലും 2 മുട്ടയും അങ്ങോട്ട് കാച്ചിയാലോ? ഒരു മുട്ട കാച്ചാ. മുട്ട കഴിക്കുന്ന ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. എല്ലാ ദിവസവും 2 മുട്ട, രാവിലെയും രാത്രി ഓരോ മുട്ട കഴിക്കാൻ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും കേട്ടോ. വെയിറ്റ് കുറയ്ക്കാനൊക്കെ പറ്റിയ ഏറ്റവും നല്ല സാധനം മുട്ട. അപ്പോൾ നമുക്ക് പോയാലോ? നിർത്തിയാലോ പരിപാടി? അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ. നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ബൈ. സപ്പോർട്ടേഴ്സ്, കോ സപ്പോർട്ടേഴ്സ്, ഹായ്. അപ്പോൾ ഞങ്ങൾ നിർത്തുന്നു. ബൈ.